എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കെതിരെ ഇഡി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ക്രമക്കേടുകൾക്കെതിരായ ഇഡി നടപടിയെ പ്രതിപക്ഷം ഭയക്കുന്നതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എങ്ങനെ നോക്കിക്കാണാം പ്രധാനമന്ത്രിയുടെ വാക്കുകളെ? വിഷ്ണു, കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന്റെ കോൺക്ലേവിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ വാനോളം പ്രശംസിച്ചത്. അഴിമതിക്കാർക്കും അതോടൊപ്പം തന്നെ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നവർക്കുമെതിരെ ഇഡി വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇഡിയെ ഭയക്കുകയാണ്. കാരണം അഴിമതി മുൻപ് നടത്തിയവർക്കെതിരെ വലിയ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നു. സ്വാഭാവികമായും അത്തരം അഴിമതിക്കാർക്കും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള കുംഭകോണങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നും ഇത്തരം ശക്തികളാണ് ഇഡിക്കെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ നടത്തുന്നത് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. നമുക്കറിയാം, അടുത്ത കാലത്ത് ഇഡിക്കെതിരെ INDA മുന്നണി സംയുക്തമായി വലിയ പ്രതിഷേധം നടത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ വിമർശിക്കുകയും ഒപ്പം അഴിമതിക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്ന ഇഡിയെ പ്രശംസിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കെ കവിതയെ കഴിഞ്ഞ ദിവസമാണ് ഇഡി അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴും കവിതയെ ഡൽഹിയിൽ ചോദ്യം ചെയ്യലും മറ്റും തുടരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. വ്യക്തമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കെതിരെ ഇഡി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. ക്രമക്കേടുകൾക്കെതിരായ ഇഡി നടപടിയെ പ്രതിപക്ഷം ഭയക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.